അങ്ങനെ ഒടുവിൽ സമാധാനം. ഇന്ത്യയും പാകിസ്ഥാനും സമാധാനത്തിൻ്റെ പാതയിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ സമാധാനമില്ലായ്മയ്ക്ക് തുടക്കമിട്ടത് ആരാണ്? ഒന്നും രണ്ടുമല്ല, 26 ജീവനുകളാണ് കശ്മീരിലെ പഹൽഗാമിൽ പൊലിഞ്ഞത്. മധുവിധു ആഘോഷിക്കാനെത്തിയവർ, വിരമിച്ച ശേഷം വിശ്രമ ജീവിതത്തിനിടയിൽ ഒരു ആനന്ദവേള കണ്ടെത്താൻ വന്നവർ, കുടുംബത്തോടൊപ്പം ഒരു ദിവസത്തിൻ്റെ തണുപ്പ് കശ്മീരിൻ്റെ താഴ്വരയിൽ ആസ്വദിക്കാനെത്തിയവർ, അവരെല്ലാമാണ് അവിടെ പിടഞ്ഞു വീണത്. മതം ചോദിച്ച്, മതം മാത്രം പറഞ്ഞ്, പോയി മോദിയോട് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നെഞ്ചത്തേക്ക് നിറയൊഴിച്ചത്. ഇന്ത്യക്ക് പൊറുക്കാനാവാത്തതാണത്. എന്തുകൊണ്ട്? ഓരോ സ്ത്രീയുടെയും അവരുടെ ഭർത്താവ് ചാർത്തിക്കൊടുത്ത ആ തിലകം, ആ സിന്ദൂരം, അത് മായ്ച്ചു കളഞ്ഞ ദിവസമാണത്. അത് ഇന്ത്യക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ദിവസത്തിന് തിരിച്ചടി കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി അന്നേ തന്നെ പറഞ്ഞിരുന്നു. കൃത്യം 14 ദിവസത്തിന് ശേഷം നമ്മൾ തിരിച്ചടി തുടങ്ങി. കൃത്യമായ മറുപടി. ആ മറുപടി പാക് ജനതയോടായിരുന്നില്ല, പാകിസ്ഥാൻ പട്ടാളത്തോടായിരുന്നില്ല, പാകിസ്ഥാൻ്റെ ഭീകര ക്യാമ്പുകളോടായിരുന്നു. നമ്മളുടെ വിരോധം വേറൊന്നിനോടുമല്ല, ഒരു രാജ്യത്തോടുമല്ല, ഒരു സൈന്യത്തോടുമല്ല, ഭീകരതയോട് മാത്രമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പ്രത്യാക്രമണം തുടങ്ങിയത്. നമ്മൾ ആക്രമണമല്ല നടത്തിയത്, പ്രതിരോധമാണ്. അത് കൃത്യമായി ഇന്ത്യ പറയുന്നുണ്ട്. വിക്രം മിശ്രി ഓരോ തവണ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും അത് ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും പറഞ്ഞ വാക്കുകളിലും അത് വ്യക്തമാണ്. ഇന്ത്യ എന്ന സ്വാഭിമാന സ്വതന്ത്ര രാഷ്ട്രത്തിന് അതിൻ്റെ അഭിമാനം എല്ലാ കാലവും ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്, അതിൻ്റെ അഖണ്ഡത ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ രാഷ്ട്രം ഒരിക്കലും ഇത്തരം ഭീകരവാഴ്ചയ്ക്ക് കീഴ്പ്പെടില്ല എന്നത് ആ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതയാണ്. അതെല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. അഖണ്ഡമായ ആ സംസ്കാരത്തിന് ഒരിക്കലും ഒരു കരുനിഴലും വീഴ്ത്താൻ കഴിയില്ല. എല്ലാ തരത്തിലുമുള്ള പ്രതിരോധം ഇന്ത്യ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടായാൽ ഇതിലും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കൃത്യമായി പരിശോധിച്ചാൽ ആ സമയം എങ്ങനെയായിരുന്നു. 26-ാം തീയതി തുടങ്ങിയ ആ വേദനയുടെ ദിവസം മുതൽ നമ്മൾക്ക് ഇരച്ചു കയറിയ ആ പകയുണ്ടല്ലോ, ആ പക സാധാരണമായ ഒന്നല്ല. നമ്മുടെ അഭിമാനം വീണ്ടെടുക്കാനുള്ള, നമ്മുടെ സഹോദരങ്ങൾക്കായി പകരം ചോദിക്കാനുള്ള ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു ഇന്ത്യ. 7-ാം തീയതി നമ്മൾ അതിന് പകരം ചോദിച്ചു. പിന്നെ ഉണ്ടായത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങളാണ്. നമ്മൾ 7-ാം തീയതി കൃത്യമായ തിരിച്ചടി കൊടുക്കുന്നതിന് തൊട്ടു മുൻപും പാകിസ്ഥാൻ നമുക്ക് നേരെ അതിർത്തിയിൽ പ്രകോപനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ആ സമയത്തിനിടയ്ക്ക് 2 ജവാന്മാരാണ് നമുക്ക് നഷ്ടമായത്. അതിർത്തി അബദ്ധത്തിൽ കടന്ന ഒരു BSF ജവാനെയും അവർ പിടിച്ചു വെച്ചു. അങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യയോട് ശത്രുതാപരമായ ഒരു മനോഭാവം തുടർന്ന പാകിസ്ഥാന് മേൽ ഇന്ത്യ പ്രതിരോധത്തിൻ്റെ കരങ്ങളാണ് ഉയർത്തിയത്. നിരന്തരമായി മിസൈൽ ആക്രമണം, ഡ്രോണുകൾ, 100 കണക്കിന് ഡ്രോണുകൾ. നമുക്കറിയാം, നമ്മൾ ഈ വാർത്ത, ഇതുപോലെയുള്ള വാർത്ത കേട്ടിട്ടുള്ളത് പശ്ചിമേഷ്യയിലാണ്. ഹമാസിൻ്റെ ആക്രമണമാണ്. ഹമാസ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിടുന്ന ഇത്തരത്തിലുള്ള ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകളുമൊക്കെ പ്രതിരോധിക്കാൻ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇസ്രായേൽ പിടിച്ചു നിൽക്കാറുണ്ട്. അതേപോലെ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ ഈ ആക്രമണങ്ങൾ മുഴുവനും ഇന്ത്യ ഒന്നില്ലാതെ തടുത്തു എന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ള ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ സവിശേഷതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള ആക്രമണങ്ങൾ, അവരുടെ 3 പോർ വിമാനങ്ങളാണ് നമ്മൾ തകർത്തിട്ടത്. അത് വേണ്ടി വന്നതാണ്. നമ്മൾ അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് മുതിരാതിരിക്കുകയായിരുന്നു. എത്രയോ നാളായി ഇന്ത്യ വളരെ സമാധാനപരമായി പോവുകയായിരുന്നു. 5-6 ലക്ഷം ആൾക്കാർ മാത്രം വന്നു പോയിരുന്ന കശ്മീർ താഴ്വരയിൽ ഒരു വർഷം 2 കോടിയിലേറെ ആൾക്കാരെത്തുന്ന ആ മനോഹരമായ വിനോദസഞ്ചാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതല്ലേ. അവിടേക്ക് ഈ പ്രകോപനം നടത്തിയെത്തിയ ഭീകരവാദികൾക്ക് പിന്തുണ നൽകിയ പാകിസ്ഥാന് കൃത്യമായി തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്, നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതിനപ്പുറം മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. ഇതിനകത്ത് നമ്മൾ ഒരു തരത്തിലുള്ള യുദ്ധസന്നാഹങ്ങളും അതിനുവേണ്ടി നേരത്തെ തയ്യാറാക്കിയിരുന്നില്ല. ഈ പ്രകോപനം ഉണ്ടായതിന് ശേഷമാണ് ഇന്ത്യ ഈ പറയുന്ന പ്രതിരോധ ഘട്ടത്തിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി ഒരു കാര്യം കൂടി എടുത്തു പറയാൻ കഴിയും. ഇന്ത്യ എല്ലാ കാലത്തും സമാധാനം കാംക്ഷിക്കുന്നു. ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് കൃത്യമായ ധാരണയുണ്ട്.
വെള്ളിയാഴ്ച രാത്രിയും പകലുമായി നടന്ന ചർച്ചകൾക്കൊടുവിലാണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നടന്ന ആക്രമണങ്ങൾക്കെല്ലാം ശേഷം ശനിയാഴ്ച രാത്രി നടന്ന ചർച്ചകളിലാണ് ഈ പറയുന്ന നമ്മളുടെ ഈ സമാധാനത്തിൻ്റെ പാതയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുന്നത്. അതിന് തൊട്ട് മുമ്പ് വരെയും നമ്മൾ കൃത്യമായ തിരിച്ചടികൾ പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരുന്നു. ശനിയാഴ്ച പകൽ ചർച്ചകൾ ആരംഭിക്കുന്നു, ശനിയാഴ്ച രാത്രിയോടുകൂടി തീരുമാനത്തിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ നിരന്തരമായി നമ്മളുടെ ഇന്നലെ എന്ത് സംഭവിക്കാമെന്നുള്ള ഒരു ദിവസവും കൂടിയായിരുന്നു. കാരണം തിരക്കിട്ട ചർച്ചകൾക്കൊടുവിൽ ഇനി എന്ത് വേണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സേനാ തലവന്മാരും നമ്മുടെ പ്രതിരോധ സെക്രട്ടറിയും എല്ലാവരും കൂടിയാലോചിച്ച് വ്യക്തമായ ഒരു പദ്ധതിയിലേക്ക് എത്തി. അപ്പോൾ സമാധാനമാണെങ്കിൽ സമാധാനം, ഇന്ത്യക്ക് ഏറ്റവും ആഗ്രഹമുള്ള കാര്യം സമാധാനമാണ്. അല്ലാതെ ആക്രമണത്തിൻ്റെ പാതയല്ല ഇന്ത്യ ഒരിക്കലും തിരഞ്ഞെടുക്കാറുള്ളത്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ളതാണ്. ഗാന്ധിയൻ ചിന്തയും അതൊക്കെയാണ്. നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയുടെ ഒരു കാഴ്ചപ്പാടും അങ്ങനെ ആയിരുന്നല്ലോ. പല പാളിച്ചകളും അതിലുണ്ടെങ്കിൽ പോലും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു മാതൃക രാജ്യം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ വഴിയെ പോവുക, നിരന്തരമായ യുദ്ധമല്ല മാർഗമെന്നുള്ളത്. അങ്ങനെ ഇതിൽ ട്രംപ് ഇടപെടുന്നു. ട്രംപ് ഇരു രാജ്യങ്ങളുമായി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ആയി സംസാരിക്കാൻ ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ ട്രംപ് നിലപാടെടുത്തു. ഇന്ത്യക്ക് ഏത് തരത്തിലുള്ള സമാധാന നീക്കത്തെയും ഇന്ത്യ സ്വാഗതം ചെയ്യാറാണ് പതിവ്. അങ്ങനെ ഇന്ത്യ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഭീകരവാദത്തിന് മേൽ ഉണ്ടായ ഭീകരവാദം നമുക്ക് മേൽ ഉണ്ടാക്കിയ ആക്രമണത്തിന് നമ്മൾ പ്രത്യാക്രമണം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിലേക്ക് കടക്കാൻ ഇന്ത്യക്ക് താല്പര്യമില്ല. ഇനി സമാധാനം തന്നെയാണ് വേണ്ടത് എന്നൊരു ബോധ്യം നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ സമാധാനത്തിൻ്റെ പാതയിലേക്ക് എത്തും. പക്ഷേ വീണ്ടും പാക് പ്രകോപനം ഉണ്ടായിരിക്കുന്നു. ഇന്നലെ നമ്മൾ വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ച് വളരെ സമാധാനമായിട്ടുള്ള പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കാം എന്ന് വന്നപ്പോൾ പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ത്യ പറഞ്ഞു, വിക്രമശ്രീ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ രാത്രി 10:30 വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഇത് അനുവദിക്കാൻ കഴിയില്ല. ഇങ്ങനെയാണെങ്കിൽ വീണ്ടും ശക്തമായി നമുക്ക് തിരിച്ചടിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് ശരിയായ നടപടിയല്ല. പക്ഷേ ഉടനെ തന്നെ അതിന് ഷഹബാസ് ഷെരീഫ് ഒരു മറുപടിയുമായി എത്തിയിരുന്നു. അതായത് വെടിനിർത്തൽ കരാർ അതിനെ പ്രശംസിച്ചുകൊണ്ടും സൈന്യത്തിന് പിന്തുണ നൽകിക്കൊണ്ടും ഒക്കെയാണ് സംസാരിച്ചത്. പക്ഷേ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു സൈന്യം സംയമനം പാലിക്കണം എന്നൊരു കാര്യം കൂടി. അവർ പ്രകോപനം ഉണ്ടാക്കിയിട്ടില്ല എന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രകോപനം ഉണ്ടാക്കിയില്ല എങ്കിൽ പിന്നെന്തിനാണ് സ്വന്തം സൈന്യത്തിനോട് സംയമനം പാലിക്കണമെന്ന് പറയേണ്ടി വരുന്നത്? അപ്പോൾ ഷഹബാസ് ഷെരീഫിന് തന്നെ അറിയാം പാകിസ്ഥാൻ സൈന്യമാണ് നിരന്തരമായി പ്രകോപനം സൃഷ്ടിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ആ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്തു. ഇന്ത്യ കൃത്യമായി താക്കീത് കൊടുത്തു. ഷഹബാസ് ഷെരീഫ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങളുടെ സൈന്യം ഉത്തരവാദിത്വത്തോടെയും സംയമനത്തോടെയും സാഹചര്യം കൈകാര്യം ചെയ്യുന്നു. ഇന്ത്യയാണ് ലംഘനങ്ങൾ നടത്തുന്നത്. വെടിനിർത്തൽ സുഗമമായി നടപ്പിലാക്കുന്നതിനായി ആശയവിനിമയം നടത്തി പരിഹാരമുണ്ടാക്കണം. സൈനികർ സംയമനം പാലിക്കണം. നമ്മുടെ സൈനികർ സംയമനം പാലിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അവിടുത്തെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. രാജസ്ഥാനിലെ ബാർമർ, ജമ്മു കാശ്മീരിലെ ബാരാമുള്ള എന്നിവിടങ്ങളിലും ഷെല്ലാക്രമണവും ഡ്രോണാക്രമണവും നടത്തിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ്റെ ഔദ്യോഗിക പ്രസ്താവന പുറത്തു വന്നത്. നേരത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ കരാറിനെ പ്രശംസിക്കുകയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയുകയും ചെയ്തിരുന്നു. മേഖലയിലെ സമാധാനത്തിന് ട്രംപ് മുൻകൈയെടുത്ത് നടത്തിയ നീക്കത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി നിലപാടെടുത്ത് അമേരിക്കയെ അഭിനന്ദിക്കുന്നു, ഷഹബാസ് ഷെരീഫ് എക്സിൽ കുറിച്ചു. ഇന്ത്യയുമായുള്ള സംഘർഷത്തിനിടെ പിന്തുണ നൽകിയ രാജ്യങ്ങൾക്കും ഷഹബാസ് ഷെരീഫ് നന്ദി പറഞ്ഞു. സിന്ധു നദീജല വിഭജനം, കശ്മീർ വിഷയം, മറ്റ് തർക്കങ്ങൾ എന്നിവയ്ക്കും വൈകാതെ പരിഹാരമുണ്ടാകുമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത്. ഇനി സിന്ധു നദീജല കരാർ എന്താകുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. സിന്ധു നദീജല കരാർ നമ്മൾ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. പക്ഷേ അത് വീണ്ടും നിലവിൽ വരണമെങ്കിൽ ഇന്ത്യ ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം 80% വെള്ളമൊക്കെ പാകിസ്ഥാന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ മാർഗമാകില്ല, അതൊരു നീതിയാകില്ല. ഇന്ത്യക്ക് അവകാശപ്പെട്ട ജലം ഇന്ത്യക്ക് തന്നെ കിട്ടണം. ആ രീതിയിൽ തന്നെയായിരിക്കും ഇന്ത്യ അതിനെ മുന്നോട്ട് വയ്ക്കുക. പാകിസ്ഥാന് വേണ്ടത് നൽകാനായിട്ട് ഇന്ത്യക്ക് വിരോധവും ഉണ്ടാകില്ല. പക്ഷേ അതിന് ചില ഉപാധികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ മറ്റൊരു കാര്യവും കൂടി ഇതിനകത്തുണ്ട്. വ്യാപാരം സംബന്ധിച്ച കാര്യങ്ങളും ഇനി പുനരാലോചിക്കേണ്ടതുണ്ട്. നമ്മൾ നിർത്തിവെച്ച വ്യാപാരം, അത് നമ്മൾ മരുന്നുകൾ പാകിസ്ഥാന് ഏതാണ്ട് 40% വരെ ഇന്ത്യയിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അത് തുടരുമോ, ഏത് തരത്തിലാകും ഇരു രാജ്യങ്ങളിലൂടെയുമുള്ള സഞ്ചാരം, ഇരു രാജ്യങ്ങളിലേക്കുമുള്ള സഞ്ചാരം എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ വ്യോമയാനങ്ങൾ എങ്ങനെയാകണം ഇനി സഞ്ചരിക്കേണ്ടത്, വ്യോമമേഖല അടച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള
ആശയവിനിമയം നടക്കാനുണ്ട്. അതിനൊക്കെ ശേഷമായിരിക്കും. എന്തായാലും അതൊക്കെ നടക്കണമെങ്കിലും പാകിസ്ഥാൻ സംയമനം പാലിക്കണം, സമാധാനം തുടരണം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘനങ്ങൾ വീണ്ടും വീണ്ടും നടത്തുകയാണെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി കൊടുക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വീണ്ടും ഒരു ഭീകരാക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ടായാൽ അതിനെ യുദ്ധമായി കണക്കാക്കുമെന്ന് കൂടി ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അതിൽ യാതൊരു മാറ്റവുമില്ല. കൃത്യമായ മറുപടി പാകിസ്ഥാന് ലഭിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും കാണേണ്ടതില്ല. ഇനി ഉണ്ടാകാനിരിക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ കരാറുകളെ സംബന്ധിച്ചാണ്. ഇന്ത്യയുടെ വലിയ ശ്രമങ്ങൾ, അതായത് പ്രതിരോധ ശ്രമങ്ങളെല്ലാം ഇപ്പോഴും തുടരുന്നുണ്ട്. അതിർത്തി മേഖലകളിൽ ജാഗ്രതയുണ്ട്. സൈന്യങ്ങളോട് പൂർണ്ണ സജ്ജരായിരിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. എന്തായാലും മുന്നോട്ടുള്ള കാര്യങ്ങൾ സമാധാനപൂർണ്ണമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.